ഞാൻ പുതിയൊരായിട്ട് നിങ്ങളെ കാണിക്കാമേ. നിങ്ങളാരും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വെച്ച് കഴിക്കണം. ഏതാണ്ട് ഇതുപോലെ കേട്ടോ. സൂപ്പർ സാധനമാണ്. ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ വെച്ച് കഴിക്കുന്നത്. പലരും ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ വെച്ച് കൂട്ടാൻ വെച്ച് കഴിക്കാറുണ്ട്. അത് തന്നെ നമ്മളിത് വാട്ടി ഉപ്പും സലാഡൊക്കെ അരിഞ്ഞിട്ട് കഴിക്കാൻ നല്ല സാധനമാണ്. നാരടങ്ങിയ സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഷുഗറുകാർക്കും ബി പിക്കാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ നല്ലതാണിത്. ഞാൻ വൻപയറും ചെറുപയറും കടലയും പട്ടാണിപ്പയറും എല്ലാം കൂടെ 2 മണിക്കൂർ കുതിർത്തിട്ട് അത് വാരി തോർത്ത് വേണം. നല്ല തോർത്തിനകത്ത് നമ്മൾ വാരി വെച്ച് അത് ഒരു ദിവസം വെച്ചേക്കണം. അത് കിളുത്ത് വരും, വേരായി കഴിയും. ആ തോർത്തിനകത്തൂടെ ഇത് വേര് പുറത്തോട്ടിറങ്ങും. ആ വേര് വന്നതിന് ശേഷം നമ്മളത് എടുത്തൊന്ന് തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കാം. അല്ലാതെ നമ്മൾ വാട്ടി ഇച്ചിരി ഉപ്പ് ഏറെയിട്ട് സലാഡിനൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്ന പോലെ നല്ല സാധനമാണ് കേട്ടോ. ഞാനിന്ന് അതുണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന കടലയും വൻപയറും ചെറുപയറും ഗ്രീൻ പീസും കൂടാണ്. ഇതെല്ലാം നല്ലതായിട്ട് കിളുത്ത് വേര് കണ്ട് പുറത്തോട്ട് മുളച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഈ വേരും ഇങ്ങനെ കിളുത്ത് നമ്മൾ തോരൻ വെച്ച് കൂട്ടിയാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ശരീരത്തിന് കിട്ടുന്നത് കേട്ടോ. അപ്പം ആഴ്ച 2 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് കൂട്ടാൻ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കിളിപ്പിച്ച് ഇതുപോലെ ഒന്ന് തോരൻ വെച്ചൊക്കെ കൂട്ടാമെങ്കിൽ നല്ലതാണ്. തോരൻ നമ്മൾ തേങ്ങ തിരുമ്മി ഇട്ടില്ലെങ്കിലും ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് ഒരു ആവി ഇട്ട് കയറ്റിയിട്ട് നമ്മൾ നാരങ്ങാനീരും ഒക്കെ ഒഴിച്ച് സലാഡും ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിലടിച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തു. കറിവേപ്പില, ഇച്ചിരി പുതിന ഇല, ഉപ്പ് ആവശ്യത്തിന്, ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനത് കുക്കറിനൊക്കെ അടിച്ച് ഞാനത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടപ്പാത്രത്തിനകത്തോട്ട് ഊറ്റിയിട്ട് കേട്ടോ. നല്ല ആവശ്യത്തിനുള്ളതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വാരി കോരി കഴിക്കാനും നല്ലതാണ് കേട്ടോ. ചുമ്മാ ചൂടോടിത് ഇങ്ങനെ വാരി കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ കിട്ടും. നാരടങ്ങിയ ഇത്രയും സാധനങ്ങൾ നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. തേങ്ങാപ്പീരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇതാണ് കുക്കറിനകത്ത് 3 അടി അടിച്ചെടുത്താണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കാണിക്കാം. ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു സ്വല്പം തേങ്ങ തിരുമ്മി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ നല്ലതാണ്. നല്ല ടേസ്റ്റോട് കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല സാധനമാണ്, ഒത്തിരി രുചിയുണ്ട് ഇതിന്. ഇത് ഈ അരിക്കൂണി കൂട്ടുന്ന പോലൊക്കെ ഉണ്ട്. അതിൻ്റെ ഈ വേരൊക്കെ കാണാൻ നല്ല ഇതാക്കി മുള പോലെ ഇങ്ങനെ വന്നേക്കുന്നതിന് കൊണ്ട് നമ്മൾ നല്ല ഭംഗിയത് കാണാനല്ലേ. അത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് തിന്നാൻ നല്ലതാണ്. ഇങ്ങനെ സൂപ്പർ സാധനമാണ്. ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിക്കണം കേട്ടോ.